വിജയുടെ മാസ് സെൻറ്റർ വരാൻ പോവാണ്. ജോസഫ് വിജയ് ചന്ദ്രശേഖർ. അതെ, മുഴുവൻ പേര് അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം ഭാരത് ജോഡോ യാത്ര മോഡൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി നടക്കാൻ പോവാണ് എന്നാണ് നമുക്കറിയാൻ പറ്റുന്ന പുതിയ വിവരം. രാഹുൽ ഗാന്ധിയെ പോലെ തമിഴക വെട്രി കഴകം എന്നാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേര്. അപ്പോൾ തമിഴക വെട്രി കഴകത്തിൻ്റെ നേതാവായ വിജയ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. എന്താണ് വിജയ് അങ്ങനെ ഇറങ്ങി നടന്നാൽ എന്ത് സംഭവിക്കും? പോലീസ് പണിപ്പെടും. പോലീസിന്റെ ഊപ്പാട് അവിടെ വരും. ജനങ്ങൾ കൂടെ നിൽക്കത്തില്ലേ എന്നുള്ളതാണ്. ജനങ്ങൾ കൂടെ നിൽക്കുകയെന്ന് വെച്ചാൽ വിജയെ പോലെ ഒരാൾ തമിഴ്നാട്ടിലെ റോഡിലൂടെ നടന്നു പോകുന്ന കാഴ്ചയൊന്ന് ആലോചിച്ച് നോക്ക്. മാസ്ക് വെച്ചാൽ പോലും വിജയിയെ എയർപോർട്ടിൽ പോലും അദ്ദേഹത്തിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. എയർപോർട്ടിൽ എത്തുമ്പോൾ പോലും അവരുടെ എന്താ പറയുക, ആരാധക വൃന്ദം എന്ന് പറയുന്നത് എന്താണ് വിജയുടെ? പക്ഷെ വിജയ് സിനിമാ നടനായിട്ടല്ല ഇപ്പോൾ ഇറങ്ങി നടക്കാൻ പോകുന്നത്. തമിഴ് രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷൻ, പ്രസിഡന്റ് എന്നുള്ള നിലയിൽ രാഷ്ട്രീയക്കാരനായിട്ട് പുള്ളി ഇറങ്ങാൻ പോവാണ്. രാഷ്ട്രീയക്കാരനായി ഇറങ്ങി നടക്കുന്ന വിജയിയെ ഒരു പൊളിറ്റീഷ്യൻ എന്ന രീതിയിൽ തമിഴർ കാണില്ല. തമിഴർ എപ്പോഴും രാഷ്ട്രീയത്തെയും സിനിമയും ഒക്കെ കെട്ടുപിടിഞ്ഞ് കിടക്കുന്ന ഒന്നാണ് ഈ തമിഴ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഈ ദ്രാവിഡ പാർട്ടികളുടെ മുഖ്യമന്ത്രിമാരിൽ 7 പേരിൽ 5 സിനിമയിൽ നിന്ന് വന്നവരാണ്. സിനിമ അല്ലെങ്കിൽ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ചവരാണ് അവരുടെ മുഖ്യമന്ത്രിമാരിൽ 5 പേര് വന്നവരും ഉണ്ടായിരുന്നത്. അപ്പോൾ വിജയ് എന്ന് പറയുന്നത് വെറും ഒരു നടനല്ല. അവിടെ 2013 ശേഷം അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളും രാഷ്ട്രീയമാണ് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു. 2013 തലൈവ പറഞ്ഞത് സാമുദായിക സംഘർഷമാണ് തലൈവ പറഞ്ഞത്. അതുപോലെ 2014 പിന്നെ കത്തി, കർഷകരുടെ വിഷയം പറഞ്ഞ് അവിടെയെല്ലാം ജനക്കൂട്ടമുണ്ട്. അദ്ദേഹത്തിന് ഒരു രക്ഷകന്റെ റോളാണ്. ഒരു ഡിങ്കൻ റോളാണ്. ഡിങ്കൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആരാധകർ ഒന്ന് കൈകാര്യം ചെയ്തു. പക്ഷെ ഒരു ഡിങ്കൻ എന്ന് പറയുന്നത് രക്ഷകന്റെ റോളാണ്. പിന്നീട് മെർസൽ 2017 കോർപ്പറേറ്റുകളുടെ ചൂഷണം പറഞ്ഞു. 2018 പിന്നെ സർക്കാർ അതും പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പിൽ നടത്തുന്ന അട്ടിമറികളെ കുറിച്ച് പറഞ്ഞു. പിന്നീട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സിനിമകളിനകത്ത് ഈ BJPയുടെ നോട്ട് നിരോധനം, അതുപോലെ തന്നെ ക്യാഷ്ലെസ് എക്കോണമി ഒക്കെ സിനിമയിൽ രംഗങ്ങളായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അടിസ്ഥാനപരമായിട്ട് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണ്. അല്ലെന്ന് പറയാൻ പറ്റും. ഓരോ നീക്കങ്ങളും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലല്ലേ അദ്ദേഹം സൈക്കിൾ ചവിട്ടി വോട്ട് ചെയ്യാൻ പോയി. അതെ, ഒന്നും മിണ്ടുന്നില്ല. ഗേറ്റ് തുറക്കുന്നു, ഇറങ്ങുന്നു, സൈക്കിൾ ചവിട്ടുന്നു, വോട്ട് ചെയ്യാൻ. ഇതൊന്നുമല്ല, അതിനപ്പുറം അദ്ദേഹം ഒരു രാഷ്ട്രീയം കളിച്ചിട്ടുണ്ട് കൃത്യമായിട്ട്. 2023 ചെന്നൈക്കടുത്ത് അദ്ദേഹം പിന്നെ ഒരു പരിപാടി സംഘടിപ്പിച്ചു. 10ാം ക്ലാസ്സും +2 ഒക്കെ പാസ്സായ കുട്ടികൾക്ക് ഇദ്ദേഹം ആദരം കൊടുത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന പിന്നെ കോഴ തന്ന് വോട്ട് ചെയ്യുന്നവരോട് കോഴ തന്ന് വോട്ട് ചെയ്യരുത് എന്ന്, കോഴ വാങ്ങി വോട്ട് ചെയ്യരുത് എന്ന്, പണം വാങ്ങി വോട്ട് ചെയ്യരുത് എന്ന് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് പറയണം എന്നാ കുട്ടികളോട് നിഷ്കളങ്ക ബാല്യത്തോട് വിജയ് എന്ന രാഷ്ട്രീയക്കാരൻ പറഞ്ഞു കൊടുത്തു. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അയാൾ പറഞ്ഞത്, ആ വിജയ് എന്ന് പറയുന്ന പൊളിറ്റീഷ്യൻ ആ കുട്ടികളോട് പറഞ്ഞത് വീട്ടുകാരോട് പോയി പറയാനാണ് എന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം ഇഞ്ചക്ട് ചെയ്തത് കുട്ടികൾക്കാണ്. അതായത് 2026 ആകുമ്പോൾ അതിൽ ഭൂരിഭാഗം കുട്ടികളും +2 പഠിക്കുന്ന ഭൂരിഭാഗം കുട്ടികളല്ലേ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് വോട്ടവകാശത്തിലേക്ക് വരും. അവർ വോട്ട് ചെയ്യും. ആ നിഷ്കളങ്ക ബാല്യത്തിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ കുത്തിവെച്ചു. അതിനകത്ത് വേറെ രാഷ്ട്രീയങ്ങളുണ്ട്. ഇദ്ദേഹം ഈ പറഞ്ഞതുപോലെ പിന്നെ 10-12 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളെ അനുമോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു ചേർത്ത് അദ്ദേഹം ദളിത് കുട്ടികൾക്കൊപ്പം ഇതില്ല, സദസ്സിലേക്ക് വന്നിരുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്റെ രാഷ്ട്രീയം ഇവരോടൊപ്പമാണ്, ഇവരുടെ രാഷ്ട്രീയമാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് പറയുകയാണ്. അതിനുമുമ്പ് തന്നെ അംബേദ്കർ ജയന്തി ആഘോഷിക്കണമെന്ന് പറഞ്ഞു. ഇത് വേറെ കാര്യമുണ്ട്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ സ്വതന്ത്രരായി മത്സരിച്ചു. വിജയ് മക്കൾ വിയക്കമെന്നാണ് അദ്ദേഹത്തിന്റെ ഫാൻസ് അസോസിയേഷന്റെ പേര്. വിജയ് ഫാൻസിനോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമല്ലാതെ സ്വതന്ത്രരായി നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് മത്സരിക്കാമെന്ന് അദ്ദേഹത്തിന്റെ ഫാൻസിന് അനുമതി കൊടുത്തു. 130 വാർഡുകളിൽ അവർ ജയിച്ചു. 130 വാർഡ് ജയിച്ചു. സ്വതന്ത്രരായി മത്സരിച്ച വിജയ് ഫാൻസിന്റെ പ്രതിനിധികളായിട്ടുള്ളവർ 130 വാർഡുകളിൽ ജയിച്ചു. അദ്ദേഹത്തെ വെറുതെ തള്ളിക്കളയാൻ പാടില്ല. DMKയും ADMKയും ഒക്കെ
എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സൈലന്റ് ആകാനുള്ള കാരണം വിജയ് എന്ന് പറയുന്ന ജോസഫ് വിജയ് ചന്ദ്രശേഖറിനെ അവരെന്തെങ്കിലും ഒരു വാക്ക് എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ പബ്ലിസിറ്റി കിട്ടുമെന്ന് DMKക്ക് നന്നായി അറിയാം. DMKക്ക് അത് നന്നായി മനസ്സിലാവുന്നത് കൊണ്ടാണ് അവർ ഇതിനെക്കുറിച്ച് ഒരു വാക്കുപോലും ഇണ്ടാത്തത്. ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാവരും വിചാരിക്കുന്നത്, ഭൂരിഭാഗം രാഷ്ട്രീയ നിരീക്ഷകരിൽ ഭൂരിഭാഗം പേരും വിചാരിക്കുന്നത് അദ്ദേഹത്തിന് ഒരു ചലനവും അവിടെ ഉണ്ടാക്കാൻ സാധിക്കില്ലെന്നാണ്. അങ്ങനെയല്ല. MGRന് എങ്ങനെയാണോ അതേ ഫാൻ ബേസ് വിജയ്ക്ക് അവിടെയുണ്ട്. വിജയ്ക്ക് അവിടെയുണ്ട്, കൃത്യമായിട്ടുണ്ട്. ഞാൻ തമിഴ്നാട്ടിൽ പഠിച്ച ആളാണ്. അതുകൊണ്ട് ഇത് നന്നായിട്ട് അവിടുത്തെ ഒരു ഈ പറയുന്ന കാര്യങ്ങൾ അവിടെ മനസ്സിലാവും. മാത്രമല്ല തമിഴ് രാഷ്ട്രീയം നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം കൂടിയാണ്. അവർ ഈ പറയുന്ന നിഷ്കളങ്കത, രാഷ്ട്രീയത്തിലെ നിഷ്കളങ്കത, അതുകൊണ്ടാണ് MGR മരിച്ചപ്പോൾ 30 പേർ അവിടെ ആത്മഹത്യ ചെയ്തത്. അവരുടെ സിനിമയിൽ കാണുന്ന നായകനെ, ആ നായകന്റെ കഥാപാത്രങ്ങൾ മുഴുവൻ, ആ ക്യാരക്ടർ മുഴുവൻ നായകനായി വന്നിരിക്കുന്ന മനുഷ്യനിൽ ആ നായകൻ കഥാപാത്രമാണെന്നും അത് ചെയ്തിരിക്കുന്ന മനുഷ്യൻ മറ്റൊരാളാണെന്നും ഇവരെ രണ്ടുപേരും വേർതിരിച്ച് കാണാൻ അവർ തയ്യാറല്ല. സ്ക്രീനിൽ കാണുന്ന ആളാണ് അവരുടെ മുന്നിലെ വ്യക്തി. അതുകൊണ്ടാണ് രക്ഷകൻ പരിവേഷം എല്ലായ്പ്പോഴും വിജയ് എടുത്ത് അണിഞ്ഞുകൊണ്ട് അവിടെ സിനിമകൾ ചെയ്തിരിക്കുന്നത്. അവിടെ ഓരോ യൂണിറ്റ്, ഓരോ മേഖലയിലും 234 മണ്ഡലങ്ങളിലെ മുക്കിലും മൂലയിലും ഈ വിജയ് മക്കൾ ഇയക്കമുണ്ട്, യൂണിറ്റ് ഉണ്ട്. ഒരുപക്ഷെ DMKക്ക് പോലും അത്ര യൂണിറ്റ് ഉണ്ടാവില്ല. ലോക വിശപ്പ് ദിനത്തിൽ അദ്ദേഹം ഈ 234 മണ്ഡലങ്ങളിലെ ദരിദ്രർക്ക് ഭക്ഷണം വിതരണം ചെയ്തു. അവിടെ കൊണ്ടുപോയി പണം കൊണ്ടുവന്ന് അവിടെ കൊണ്ടുപോയിട്ട് എന്താ പറയുക, പണം വിതരണം ചെയ്താൽ അവരെത്ര കാര്യമായിട്ട് എടുക്കില്ല. പക്ഷേ പാസം എന്ന് പറയുന്ന സാധനം, ഒരു വിജയ് എന്ന് പറയുന്ന ഒരു നേതാവ് ഇറങ്ങി നിന്ന് ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ്റെ അടുത്ത് ഇരിക്കുകയോ അല്ലെങ്കിൽ ഒരാളുടെ തോളിൽ കൈയിടുകയോ ചെയ്താൽ മതി. അത് മതി ഒരു ഇലക്ഷനെ തന്നെ അട്ടിമറിക്കുക. ഒരു തെരഞ്ഞെടുപ്പിനെ അവിടെ അട്ടിമറിക്കുവാൻ ഈ പാസം മാത്രം മതി. അവർ ഒരു നേരത്തെ ഭക്ഷണം താൻ ഇഷ്ടപ്പെടുന്ന സ്റ്റാർ അവരുടെ അടുത്തിരിക്കണമെന്നുമില്ല, ഏതോ ഒരു ആൾക്കൂട്ടത്തിൽ പോയിരുന്നാൽ മതി. ഏതോ ഒരു ആൾക്കൂട്ടത്തിൽ പോയിരുന്ന് അദ്ദേഹം ഒന്ന് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അതുമാത്രം മതി. ഈ അണ്ണാമലൈ എന്ന് പറയുന്ന ആൾക്ക് എങ്ങനെയാണ് ഇത്രയും വലിയ ബന്ധമുണ്ടായത്? സ്വീകാര്യത, ഇത്രയും വലിയ സ്വീകാര്യത ഉണ്ടായത് എങ്ങനെയാണ്? അദ്ദേഹം ആളുകളുടെ തോളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അണ്ണാമലയ്ക്ക് ഇത് നന്നായിട്ട് അറിയാം. അദ്ദേഹം ചെന്നിട്ട് ആൾക്കാരുടെ ഈ പരാതിയൊക്കെ തരാൻ, നിവേദനം തരാൻ വരുന്നവരുടെ തോൾ കൈയിട്ടുകൊണ്ടാണ്. കുഞ്ഞുങ്ങളെ കണ്ടാൽ അദ്ദേഹമൊക്കെ ഇങ്ങ് എടുക്കും. ഇതൊക്കെ ഒരു പാസമാണ്. പക്ഷേ ഇതൊരു അഭിനയമാണ്. ഏത് നേതാവ് കാണിച്ചാലും അതൊരു അഭിനയമാണ് എന്ന് നമ്മളിനി എത്ര തവണ പോയി അവിടെ പറഞ്ഞു കൊടുത്താലും അവർക്കത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് എന്താ പറയുക, ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ ഡോറ് പിടിച്ച് ഇന്ത്യക്കാരൻ്റെ ഒരു സിനിമയിൽ ഇന്ത്യക്കാരൻ്റെ ബാക്ക് വശത്തെ ഡോറ് വിജയ് വലിച്ചു പറിച്ചെടുക്കുകയാണ്. എന്നിട്ടാണ് പ്രതിയോഗിയെ, വില്ലനെ അടിക്കുന്നത്. ഓടിക്കൊണ്ടിരിക്കുന്ന ടാറ്റയുടെ ഇന്ത്യയെ തന്നെ വെല്ലുവിളിച്ചു കളഞ്ഞു വിജയ്. അത് പൂട്ടേണ്ടതാ. ഇന്ത്യയുടെ കച്ചവടം തന്നെ പൂട്ടി പോകില്ല. ഇന്ത്യയുടെ ഡോർ വലിച്ചു പറിച്ചെടുത്തിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ടാറ്റ ഇന്ത്യയുടെ ഡോർ വലിച്ചു പറിച്ച് ഒരു പ്രതിയോഗിയെ അടിക്കുന്നുണ്ട് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ആണെങ്കിൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ടാറ്റയുടെ കാറിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യില്ലേ? അതവരെ അവിടുത്തെ ആളുകളെ വിഡ്ഢികളാണെന്നല്ല പറയുന്നത്. അവർ സിനിമയെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു, ആ സിനിമയിൽ അവർ കാണിക്കുന്ന, ആ സിനിമയോട് കാണിക്കുന്ന അതേ പ്രണയത്തെ ആ നായകൻ സ്ക്രീനിൽ നിന്ന് പുറത്തേക്ക്, അഭ്രപാടിയിൽ നിന്ന് ആ നായകൻ പുറത്തിറങ്ങി വന്നാലും ആ നായകൻ അതേ പ്രണയം, അതേ തോതിൽ ഒട്ടും കുറയാതെ ആ പ്രണയം ആ നായകനോട് അവർ പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വർഷങ്ങളോളം ഇവിടുത്തെ നേതാക്കന്മാർ പലരും, ഇത് ഈ പറയുന്ന പലർക്കും പിടിച്ചു നിൽക്കാൻ സാധിച്ചത്. ഒരു MGRനെ പോലെ ഒരാൾ മരിച്ചപ്പോൾ 30 പേർ അദ്ദേഹത്തിനൊപ്പം ജീവൻ കളയാൻ തയ്യാറായത് അതുകൊണ്ടാണ്. ജയലളിത മരിച്ചപ്പോഴും ഇവിടെ ആത്മഹത്യ നടന്നിട്ടുണ്ട്. അത് ഇദ്ദേഹത്തിന്റെ സംസ്ഥാന സമ്മേളനം ട്രിച്ചിയിൽ വരാൻ പോവാണ്. അതിനു മുമ്പ് തമിഴക വെട്രി കഴകത്തിന്റെ 4 സോണൽ സമ്മേളനമുണ്ട്. ഇതുവരെ ഇദ്ദേഹം ഈ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചതിന് ശേഷം ഇദ്ദേഹം സംസ്ഥാന സമ്മേളനം നടത്തിയിട്ടില്ല. ഇനിയിപ്പം വിജയ് അങ്ങ് ഇറങ്ങുകയാണ്. എനിക്കൊന്ന് 50ാം പിറന്നാളിന്റെ അന്ന് നടത്താൻ ഉദ്ദേശിച്ചു. ആ സമയത്താണ് മദ്യദുരന്തം വന്നതുകൊണ്ട് മാത്രം അത് മാറ്റിവെച്ചു. ഇനിയിപ്പോൾ അടിച്ചു കയറി വരാൻ പോവുകയാണ്. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഒരു ബാക്ക് ബോൺ എന്തെന്ന് അറിയാമോ? ഇദ്ദേഹത്തിന്റെ ഒരു ജനറൽ സെക്രട്ടറി ബുസി ആനന്ദ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാൾ പക്ക പൊളിറ്റീഷ്യനാണ്. അദ്ദേഹം ഈ വിജയ് മക്കൾ ഇയക്കത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അയാൾ ഭയങ്കര രാഷ്ട്രീയക്കാരനാണ്. നല്ല രീതിയിൽ അരച്ച് കലക്കി കുടിച്ചിരിക്കുന്ന ആളാണ്. അതാണ് ബാക്ക് ബോൺ. അയാളുടെ ഉള്ളിൽ നല്ല
എന്താ പറയുക, നല്ല ബുദ്ധിയുണ്ട്, നല്ല രീതിയിലുള്ള രാഷ്ട്രീയ ബുദ്ധി, പൊളിറ്റിക്കൽ ഇൻ്റലക്ച്വലാണ് അദ്ദേഹത്തിന് ഇത് നന്നായി കളിക്കാൻ അറിയാം. ഈ വിജയിയുടെ താരപ്രഭ മാത്രം നിർത്തിക്കൊണ്ട് ഈ വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റും. അവരവിടെ പിടിച്ചെടുത്തിട്ടുണ്ട്. ക്യാപ്റ്റൻ വന്നിട്ട് എന്തായി? വിജയകാന്ത് വന്നിട്ട് 2005 അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി വരുന്നത്. അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പിലൊക്കെ അവർക്ക് നല്ല രീതിയിൽ 21 സീറ്റോളം അവരോട് പിടിച്ചെടുത്തു നിമിഷ നേരം കൊണ്ട്. പ്രതിപക്ഷ നേതാവായി. അതെ, പിടിച്ചെടുത്ത് അവർ വലിയ രീതിയിൽ പ്രതാപകാലമാണ്. അതുപോലെ തന്നെ വിജയകാന്തിനെ വിമർശിച്ച വടിവേലു 2011 വടിവേലു എന്ന് പറയുന്ന നടൻ ക്യാപ്റ്റനെ വിമർശിച്ചതിന്റെ പേരിൽ മാത്രം അദ്ദേഹത്തിന് വർഷങ്ങളോളം സിനിമ കിട്ടിയില്ല. അവിടെ സിനിമ കിട്ടാതെ വടിവേലിന് മാറി നിൽക്കേണ്ടി വന്ന ചരിത്രമുണ്ട് അവിടെ. കാര്യം വിജയകാന്ത് എന്ന് പറയുന്ന ഒരാൾക്ക് അത്രയും ചെയ്യാൻ അവിടെ സാധിക്കുമെങ്കിൽ വിജയ് വന്നാൽ എത്രത്തോളം ചെയ്യാൻ സാധിക്കുമെന്ന് ആലോചിച്ച് നോക്കിയാൽ മാത്രം മതി. തീർച്ചയായിട്ടും വിജയുടെ വരവ് നമുക്ക് എങ്ങനെയായിരിക്കും ഒരു ആഘോഷമാക്കി മാറ്റും. ഏതായാലും പക്ഷേ പോലീസ് നല്ല പണിയെടുക്കും. തമിഴ്നാട്ടിലെ തെരുവോരങ്ങളിലൊന്നും ഈ പറയുന്ന ആൾ ഈ വിജയ് ഇറങ്ങി നടന്നാൽ രാഹുൽ ഗാന്ധി ഇറങ്ങി നടന്നതുപോലല്ല പോലീസ് നല്ല രീതിയിൽ പണിയെടുക്കേണ്ടി വരും. കാരണം ജനത്തെ നിയന്ത്രിക്കാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.